ഒരളിയ ഞാൻ ബേജാറൊന്നും വേണ്ട, സൂപ്പർ സംഗതിയാ. സംഭവം ഗ്യാസ് ആണെങ്കിലും ഒടുക്കത്തെ വെയിറ്റ് ആണ് എടുത്തി. ഏച്ചിയുടെ കരച്ചില്. പ്രസ് മീറ്റ് വിളിച്ച് മാധ്യമപ്രവർത്തകരുടെ ക്യാമറകൾക്ക് മുന്നിൽ ഇരുന്ന് തന്നെ വിതുമ്പണം, അത് മസ്റ്റ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൾസ് സുനി അടക്കം 6 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. കുറ്റക്കാർക്ക് ശിക്ഷയും വിധിച്ചു. പക്ഷേ ഭാഗ്യേച്ചിയുടെ വിഷയം അതല്ല. കേസിലെ 8ാം പ്രതി ദിലീപിനെ കുറ്റമുക്തനാക്കി. അത് ഏച്ചിക്ക് ഇഷ്ടമായില്ല. ഫെഫ്കയിൽ നിന്ന് ആദ്യം രാജിവെക്കുന്നു, പിന്നീട് ക്യാമറ നോക്കി പൊട്ടി പൊട്ടി കരയുന്നു. ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയത് മാധ്യമങ്ങളല്ലല്ലോ ഏച്ചി, കോടതിയല്ലേ. അതിൽ പ്രശ്നമില്ല. നമ്മളെ സർക്കാർ സർക്കാർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഞമ്മക്കുള്ള സാധനങ്ങൾ അവിടെ കറക്റ്റുമായി എത്തിച്ചിരിക്കുന്നു. തെന്നിന്ത്യയിലെ തന്നെ പ്രമുഖ നടി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നു. കുറ്റക്കാർക്കെതിരെ യുവതി ശക്തമായ നിയമ പോരാട്ടവും നടത്തി. അതിജീവിതയ്ക്ക് നീതി കിട്ടണം, അതിലാർക്കും സംശയവുമില്ല. പക്ഷേ ഈ സെലക്റ്റീവായി മാത്രം മതിയോ നീതി? അതെ ഗൈസ്, ഈ ഏച്ചിക്ക് ഇത്തരം വിഷയങ്ങളിൽ ഇരട്ടത്താപ്പാണ്. എല്ലാ അതിജീവിതമാർക്കും വേണ്ട നീതി, അതാണ് ചേച്ചിയുടെ ഒരു ലൈൻ. ചിലർ മാത്രം ശിക്ഷിക്കപ്പെട്ടാൽ മതിയാകും. ഈ റാപ്പർ എന്ന് വിളിക്കണോ റേപ്പർ എന്ന് വിളിക്കണോ എന്ന് ചോദിച്ചാൽ റാപ്പർ വേടൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് വേടനെതിരെ യുവതികൾ ബലാത്സംഗ പരാതികൾ നൽകിയത്. 1 അല്ല 2 പരാതികളാണ് മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് നൽകുന്നത്. വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ കൊളാബറേഷൻ ചെയ്തിട്ടാണ് പുതിയ പാട്ടുകൾ, പുതിയ വർക്കുകളൊക്കെ വരുന്നത്. എന്നിട്ട് എന്തുണ്ടായെന്ന് ചോദിച്ചാൽ സർക്കാർ ഒരു പുരസ്കാരം അങ്ങ് കൊടുത്തു. മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വേടന്. സർക്കാർ അവാർഡ് കൊടുത്തതിന് ഈ ഭാഗ്യേച്ചി എന്ത് പിഴച്ചു എന്ന് ചോദിച്ചാ പ്രകാശ് രാജ്, രഞ്ജൻ പ്രമോദ്, ജിബു ജേക്കബ് എന്നിവർക്ക് പുറമെ അന്തിമ വിധി നിർണയ സമിതിയിലെ ജൂറി അതിൽ ആരാ നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓക്കെ. 1ൽ കൂടുതൽ സ്ത്രീകളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ പ്രതിയാക്കപ്പെട്ട വേടന് പുരസ്കാരം. എല്ലാവരും കൂടി ഒരുമിച്ചെടുത്തൊരു പണിക്ക് ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയേക്കണത് പിന്നെ ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നു, ഒരു 10 അവാർഡ്. അത് നാടത്തിന് കൊള്ളാം. ദിലീപിനെ ശിക്ഷിച്ചില്ലേ എന്നും പറഞ്ഞാണ് ഏച്ചിയുടെ കരച്ചില്. കരഞ്ഞല്ലേ ഉള്ളൂ, കരിയോയിലൊന്നും ഒഴിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കുന്നതായിരിക്കും നല്ലത്. ചരിത്രം അതാണ്. പണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളും അശ്ലീല പരാമർശങ്ങളും ഒക്കെ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു, BJP നായർ. പുള്ളി വാങ്ങി കൂട്ടിയതിന് കയ്യും കണക്കും ഒന്നും ഇല്ല. താങ്ക് യു സോ മച്ച്. എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഇങ്ങനെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പെർഫെക്റ്റ് ഓക്കെ. And it is and 2 and 10 and the cone and the back.